ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഴയ കാലത്തുണ്ടാക്കുന്ന ഒരു മധുരക്കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നോമ്പ് കാലത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ നല്ലൊരു മധുരക്കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിങ്ക് സാൾട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് അളവിൽ അരിമാവ് ഇട്ട് കൊടുക്കാം. അരിമാവിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സ്പൂണോ തവിയോ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി വെള്ളം വറ്റിയ ഉടനെ തീ ഓഫാക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തറയിൽ ഇറക്കി വെച്ചിട്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചൂടാറുന്നത് വരെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് മാവ് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി ഇത് തണുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം. ഇതുപോലെ മയപ്പെടുത്തി എടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഒരു മുറി തേങ്ങ തിരികെ എടുക്കാം. തിരികെ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം വലിയ അരിപ്പിൽ അരിച്ചതിന് ശേഷം പിന്നെ ചെറിയ അരിപ്പിലും കൂടെ അരിച്ചെടുക്കണം. പെട്ടെന്ന് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജ്യൂസ് അരിപ്പിലൊഴിച്ച് അരിച്ചെടുത്തതിന് ശേഷം ഈ തേങ്ങാപ്പാൽ ഒന്നുകൂടെ ചെറിയ അരിപ്പിൽ അരിച്ചെടുക്കണം. ഒട്ടും തേങ്ങാപ്പീര വേണ്ട, അതുകൊണ്ടാണ് ചെറിയ അരിപ്പിലും കൂടെ അരിച്ചെടുക്കുന്നത്. ചെറിയ പീര ഉണ്ടെങ്കിലും അത് വായിൽ തട്ടും, അതുകൊണ്ടാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്. ഇനി ഇവിടെ 1, 2, 3 തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1, 2 മാറ്റി വെച്ചതിന് ശേഷം 3-ാം പാലിൽ നമ്മൾ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. 1 2 പഴം ഇതിനു വേണ്ടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 എടുത്തിട്ടുള്ളൂ. ഇത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നിടത്ത് നന്നായി കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം അത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും ഓരോന്നും എടുത്ത് നല്ലതുപോലെ നീളത്തിലും അതുപോലെ തന്നെയാണ് ഉരുട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഒരു ചോക്കിൻ്റെ പരുവത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യണം. ഒരു ബട്ടൻ്റെ ആകൃതിയിൽ കിട്ടും. ഇതുപോലെ എല്ലാം ഓരോ ബട്ടൻ്റെ ആകൃതിയിലാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ബട്ടനെ പോലെ ആകൃതിയാണ് കിട്ടുന്നത്. എല്ലാം ഒരേ ആകൃതിയിൽ ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചതിന് ശേഷം നല്ല ഭംഗിയും ടേസ്റ്റിയും ആണ് ഇത് കഴിക്കാനും കുടിക്കാനും എല്ലാം. അപ്പോൾ ഇതുപോലെ ആക്കി വയ്ക്കാം. ഇനി റവ ഒഴിച്ച് വെച്ചിരുന്നതെടുത്ത് അടുപ്പിൽ വെച്ച് കാച്ചിയെടുക്കാം. എല്ലാം തയ്യാറായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ റവ അടുപ്പിൽ വയ്ക്കാവൂ. ഇനി നല്ലതുപോലെ തിളച്ച് വരണം. തിളച്ച് വന്ന് കുറുകി വരും. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് കുറുകുമ്പോഴത്തേക്ക് ഇനി ഇതിൽ വെള്ളം ചേർക്കരുത്. അഥവാ വേണമെങ്കിൽ പാല് കാച്ചി ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം പഴം ചേർത്ത് 1 2 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഴം വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന വട്ടൻ പോലത്തെ ഉള്ള മാവ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള കട്ടിയേ ഉള്ളൂ. നിങ്ങൾക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
രണ്ടാം പാൽ മാറ്റി വെച്ചിരുന്നത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തും ഇത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. ഒരു 5 6 ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കണം. നല്ലൊരു മണം കിട്ടും അപ്പോൾ. ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നാം പാൽ എടുത്ത് വെച്ചിരുന്നത് അവസാനം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ഇറക്കാം. ഇനി നെയ്യൊഴിച്ച് ഒരു 2 3 സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് നട്ട്സ് പൊടിച്ചിട്ട് വറുത്തെടുക്കാം. തീ ഓണാക്കി നല്ലതുപോലെ വറുത്തെടുക്കണം. വറുത്തെടുത്തെങ്കിലേ അതിൻ്റെ രുചി കിട്ടത്തുള്ളൂ. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ വറുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതാണ്. അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി കാച്ചി വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മധുരക്കറി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് പാത്രത്തിലോട്ടും ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി തയ്യാറായി കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.